DP കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എണ്ണമാങ്ങ ഉണ്ടാക്കാം. ഇതിന് നല്ല പുളിയുള്ള മാങ്ങയാണ് നല്ലത്. ഇത് ഒരു വർഷം മുഴുവൻ വെച്ചാലും കേടുവരില്ല. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. മാങ്ങ ഇങ്ങനെ ചെറുതായി മുറിക്കാം. ഇനി നമുക്ക് ഇത് നല്ലെണ്ണയിൽ വറുത്തെടുക്കാം. നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ എള്ളെണ്ണയാണ്. ഇത് ഒരു ചീനച്ചട്ടിയിലേക്ക് 1 കപ്പ് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ മാങ്ങയൊന്ന് വറുത്തെടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് മുറിച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി കൊടുത്താണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് അധിക നേരം ഇളക്കേണ്ടതില്ല. മാങ്ങയിലെ വെള്ളം വറ്റിയാൽ മതി. ഇനി ഇത് കോരി മാറ്റാം. കറിയില്ലെങ്കിൽ ഇത് കൂട്ടി ഭക്ഷണം കഴിക്കാൻ നല്ല സ്വാദാണ്. മാങ്ങ നല്ല രീതിയിൽ ഉപ്പിലിട്ടാലും കേടുവരില്ല. നല്ല രീതിയിൽ ഉപ്പിലിടാത്തത് കൊണ്ടാണ് പൂപ്പൽ വരുന്നത്. മാങ്ങ ഉപ്പിലിടുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഇതിലിട്ട് വറുത്തെടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും വയറിന് വളരെയധികം നല്ലതായതുകൊണ്ട് ആണ് ഞാൻ ഇടുന്നത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഈ എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ഉലുവയും
ഒരു കഷ്ണം കായവും വറുത്ത് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി ചേർക്കാം. മാങ്ങയും ഇട്ട ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് സിമ്മിൽ വെച്ച് 3 മിനിറ്റ് നേരം ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ച എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കറി ഉണ്ടെങ്കിലും ഒന്ന് കടിക്കാൻ നല്ല സ്വാദാണ്. ഇത് എള്ളെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, എന്നാലേ ശരിയായ സ്വാദ് കിട്ടുകയുള്ളൂ. ഇനി ഓഫാക്കി തണുത്ത ശേഷം കുപ്പിയിൽ അടച്ചു വയ്ക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.